Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BA സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ വിവർത്തനത്തിൻ്റേതാണ്. വിവർത്തനം എന്താണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം പൊതുതത്വങ്ങളൊക്കെ കൂടി എടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ അധികം താമസിക്കാതെ തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അത് മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. ഇതൊരു വിവർത്തനമാണെന്ന് പറഞ്ഞല്ലോ. ഫ്രഞ്ച് സാഹിത്യകാരൻ ഡൊമിനിക് ലാപ്പിയറും അമേരിക്കൻ ഗദ്യ സാഹിത്യകാരൻ ലാരി കോളിൻസും ചേർന്ന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിയുടെ ആദ്യ നാളുകളെ പറ്റി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകം. ഈ പുസ്തകം മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പേരിലാണ്. ഈ കൃതിയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഒരു ചെറിയ ഭാഗമാണ് നമുക്കിവിടെ താരതമ്യം ചെയ്ത് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ പേര് ഏകാന്ത പഥികൻ എന്ന തലക്കെട്ടോടു കൂടിയുള്ള ഒരു ചാപ്റ്ററാണ്. ഇംഗ്ലീഷിൽ ഈ ചാപ്റ്റർ വാക്കെലോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കൃതി നമ്മളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് TKG നായരും MS ചന്ദ്രശേഖര വാര്യരും ചേർന്നാണ്. ഗ്രന്ഥകാരൻ, രാഷ്ട്രീയക്കാരൻ, സംഘാടകൻ എന്നീ നിലകളിൽ പ്രശസ്തരാണ് ഇവർ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഈ വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ പറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നയിക്കുന്ന പോരാട്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ശരിക്കും അധ്യായം. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടിയത് എന്നിങ്ങനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. ഗാന്ധിജിയുടെ വിവരണത്തോടെയാണ് നമ്മുടെ ഈ പാഠഭാഗം തുടങ്ങുന്നത്. ബംഗാൾ ഉൾക്കടലിനു മേലെ ഗംഗാനദീ തടത്തിലെ ഗ്രാമത്തിൽ കർഷകന്റെ കുടിലിൽ മണ്ണുമെഴുകിയ നിലത്താണ് ഗാന്ധിജി കിടക്കുന്നത്. വയസ്സായിരിക്കുന്നു. ഉച്ചയ്ക്കൊരു 12 മണി സമയമാണ്. നിറയെ ദ്വാരങ്ങളുള്ള ഒരു തുണിസഞ്ചി, അതിൽ നിറയെ കറുത്ത ചെളിയാണുള്ളത്. ആ സഞ്ചി തൻ്റെ ഉദരത്തിൽ ഇങ്ങനെ അമർത്തി, ഉദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വയറിലിങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണ്. മറ്റൊരു സഞ്ചി തലയിലും പറ്റിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കിടപ്പ്. ആ കിടപ്പ് കണ്ടാൽ അതൊരു ദുർബലനായ ചെറിയ ജീവിയാണെന്നേ നമുക്ക് തോന്നൂ. ആ 77-കാരനാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറയിളക്കി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ പരിശ്രമിച്ചിട്ടുള്ള അസാധാരണ വിപ്ലവകാരി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ലോകത്തിലെ അനന്യസാധാരണമായ വിമോചന പ്രസ്ഥാനത്തിൻ്റെ സൗമ്യനായ സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെതെന്ന് പറയാൻ രണ്ടെണ്ണേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന കൃത്രിമ ദന്തം, ലോകത്തെ നോക്കിക്കാണാൻ തന്നെ സഹായിച്ച കണ്ണട. ഈ രണ്ടെണ്ണമാണ് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത്. കഷ്ടിച്ചൊരു 5 അടി ഉയരമുണ്ടാവും. 114 റാത്തൽ തൂക്കമുള്ള ചെറിയ മനുഷ്യനാണ് അദ്ദേഹം. അസുന്ദരമായൊരു മുഖമാണ് പ്രകൃതി ഗാന്ധിക്ക് നൽകിയിട്ടുള്ളത്. ഇനി പറയുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ സവിശേഷതകളാണ്. വലിപ്പം കൂടിയ ശിരസിൽ നിന്ന് പഞ്ചസാര പാത്രത്തിൻ്റെ പിടി പോലെ അദ്ദേഹത്തിൻ്റെ കാതുകൾ തിങ്ങി നിന്നു. രോമം കുറഞ്ഞ വെളുത്ത മീശയ്ക്കു മേലെ ഭാരമുള്ള കൊക്ക് പോലെ തടിച്ച നാസരന്ധ്രങ്ങൾ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗാന്ധിജിയുടെ മുഖത്തൊരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അക്രമാസക്തമായിട്ടുള്ള നാടിന് ഗാന്ധിജി കാണിച്ച മാർഗമാണ് അഹിംസാ സിദ്ധാന്തം. സായുധ കലാപത്തിന് പകരം ധാർമ്മിക സമരം, യന്ത്രത്തോക്കുകൾക്ക് പകരം പ്രാർത്ഥന, ഭീകരമായ ബോംബുകളുടെ ശബ്ദത്തിനിടയ്ക്ക് പൂർണ്ണമായ നിശബ്ദത, രാഷ്ട്രീയക്കാർ, സ്വേച്ഛാധിപതികൾ തുടങ്ങിയവരുടെ ശബ്ദം നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരു ശബ്ദം പോലുമില്ലാതെ ഗാന്ധിജി ലോകത്തിലെ ജനങ്ങളെ ഇളക്കിമറിച്ചു. അനുയായികളെ കൂടെ നിർത്തുമ്പോൾ അധികാരത്തിൻ്റെയോ ഭാഗ്യത്തിൻ്റെയോ വാഗ്ദാനമല്ല അദ്ദേഹം നൽകിയത്. മറിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്, എൻ്റെ സംഘത്തിൽ ചേരുന്നവർ വെറും നിലത്ത് കിടന്നുറങ്ങാനും പരുക്കൻ തുണികൾ ധരിക്കാനും ഏതു നേരത്തും ഉറക്കം ഉപേക്ഷിക്കാനും മടുപ്പുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനും സ്വന്തം കക്കൂസ് സ്വയം വൃത്തിയാക്കാനും തയ്യാറാകണം എന്നതാണ്. നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾക്കും മെഡലുകൾക്കും പകരം
പരുക്കനും നാടനുമായിട്ടുള്ള പരുത്തി തുണിയാണ് അദ്ദേഹം അനുയായികളെ ധരിപ്പിച്ചത്. ഇത് സ്വന്തം അനുയായികളെ പെട്ടെന്ന് തിരിച്ചറിയാനും അവരെ ഒരുമിച്ച് ചേർക്കാനും ഗാന്ധിജിയെ സഹായിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം അനുയായികളുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്ന രീതി തികച്ചും പ്രാകൃതമായിരുന്നു. സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുത്തുകുത്തുകൾ നടത്തി ജനങ്ങളെ പാകപ്പെടുത്താൻ ഒരു തന്ത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ചില്ല. ആധുനിക വാർത്താവിനിമയ ഉപാധികളൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദേശം ആഴത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇന്ത്യയുടെ ആത്മാവിനോട് നേരിട്ട് സംസാരിക്കാനുള്ള ശക്തി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുണ്ടായി. തികച്ചും പുതുമയുള്ളതായിരുന്നു ഗാന്ധിജിയുടെ രീതികൾ. തുടർച്ചയായി ക്ഷാമവും വിശപ്പും ശാപമാക്കിയ നാട്ടിൽ ഗാന്ധിജി പ്രയോഗിച്ചിട്ടുള്ള ആപൽക്കരമായിട്ടുള്ള ഒരു ആയുധമായിരുന്നു ഭക്ഷണം ഉപേക്ഷിക്കൽ, അതായത് നിരാഹാരവ്രതം. സോഡാക്കാരം ചേർത്ത വെള്ളം കുടിച്ചാണ് അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടന്റെ ഗർവഭംഗം സാധിച്ചത്. എപ്പോഴും ദൈവത്തെ പറ്റിയുള്ള ചിന്തയിൽ മുഴുകിയ ഇന്ത്യ ഒരു മഹാത്മാവിൻ്റെ വാഗ്ദാനം ദർശിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെയാണ് ഇന്ത്യ നീങ്ങിയത്. അനുയായികളെ സംബന്ധിച്ച് ഒരു ഋഷിവര്യനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ദൃഷ്ടിയിൽ തങ്ങൾക്ക് കെട്ടുകെട്ടാനുള്ള സമയം കുറിച്ച കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനുമായിരുന്നു ഗാന്ധിജി. ഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ഇംഗ്ലീഷുകാരിൽ വളരെ കുറച്ചു പേരാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്. അതിലും കുറച്ചു പേരാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. ഗൗരവമായിട്ടുള്ള പല രാഷ്ട്രീയ ചർച്ചകളും ഇടയ്ക്ക് വെച്ച് അദ്ദേഹം നിർത്തി. അതിനുശേഷം ലൈംഗിക സംയമനത്തിനെയും ഉപ്പിട്ട വെള്ളം കൊണ്ട് ഉദരശുദ്ധീകരണം നടത്താനും അദ്ദേഹം ഒരു ബുദ്ധിമുട്ടും കാണിച്ചില്ല. ഗാന്ധി എവിടെയാണോ അവിടെയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. യാതൊരുവിധ സൗകര്യവുമില്ലാത്ത ശ്രീരാംപൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ തൻ്റെ കളിമൺ പശച്ചാർത്തുമായി കിടന്നാണ് അദ്ദേഹം വിസ്തൃത ഭൂഖണ്ഡത്തിന്മേൽ അധികാരം ചെലുത്തിയത്. ചെന്നെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ശ്രീരാംപൂർ. ഇന്ത്യയിലെ ഏറ്റവും വിഷമം പിടിച്ച പ്രദേശങ്ങളിലൊന്ന്. ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ സൃഷ്ടിച്ച തുരുത്ത്. അവിടെ വൈദ്യുതിയോ പൈപ്പ് ജലമോ റേഡിയോയോ ഒന്നുമില്ല. 40 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള പ്രദേശത്ത് 25 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. 1947 ശ്രീരാംപൂരിലെ നവവത്സര ദിനം ഗാന്ധിജിയെ സംബന്ധിച്ച് തികഞ്ഞ സംതൃപ്തിക്ക് വക നൽകി. തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും പോരാടിയ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പടിവാതിൽക്കൽ വരെ എത്തി എന്നാണ് പറയുന്നത്. ഓക്കെ ഡിയേഴ്സ്, ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ ഞാനുമായി ഷെയർ ചെയ്യാവുന്നതാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്.